സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഓൾമോസ്റ്റ് ഒരു 3 months ശേഷമാണ് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി, കാരണം ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം വ്ളോഗാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചാനലായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വെൽക്കം ടു ഓണം വ്ളോഗ് 2025. സോ നമ്മുടെ ഈ വർഷത്തെ ഓണം വ്ളോഗ് ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓണക്കോടി മേടിക്കാൻ പോകുന്ന ടെക്സ്റ്റൈൽസിൽ നിന്നാണ്. ആൻഡ് നമ്മൾ ട്രെൻഡ്സിലാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ട്രെൻഡ്സിൽ വന്നപ്പോഴും അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സംഭവമൊന്നും അല്ലായിരുന്നു. ലൈക്ക് എനിക്കൊരു ടീഷർട്ടും അർജുനും 2 ടീഷർട്ട്, പിന്നെ അമ്മയ്ക്ക് 2 ചുരിദാറുമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലേറ്റർ ഓൺ നമ്മൾ ചെറുമുഴിക്കിൽ പോയി. സോ അവിടെ നിന്നാണ് ഞാൻ ആഗ്രഹിച്ച് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ബ്ലാക്ക് കളർ ചിക്കൻ കറി കുർത്തിയും അതേപോലെ എൻ്റെ ബാഗി പാൻറ്റും മേടിക്കാൻ പറ്റി. അഭിനവൻ്റെ ടീഷർട്ടും അതേപോലെ അർജുനും ഷർട്ടൊക്കെ മേടിച്ചു. ആൻഡ് ഇനി നമുക്ക് സ്കൂളിലെ ഓണ സെലിബ്രേഷനിലേക്ക് പോവാം. സോ ഗൈസ്, ഞാൻ ഏകദേശം 8:30 ആയപ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് എല്ലാവരും ഭയങ്കര പ്രിപ്പറേഷൻസ്, അത് ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എല്ലാവരും വന്നതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആയിരുന്നു. ആ കോമ്പറ്റീഷൻ ഭയങ്കര ഫണ്ണായിരുന്നു. കാരണം ഈ ചെറിയ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഓടിയാണ്, അവർ ഭയങ്കര ആവേശത്തോടെയാണ് അതിൽ കളിച്ചത്. എങ്കിൽ പോലും അവരൊന്നും വീണില്ല. പക്ഷേ ഈ നമ്മുടെ HSSലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ +1 +2 ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വീണത്. കാരണം അവർ പതുക്കെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ പോലും അവർ അലച്ചു കിട്ടി വീണു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഫൺ വാച്ചിങ്. ആൾക്കാർ വീഴുന്നതും ലൈക്ക് ഔട്ടായി പോകുന്നതൊക്കെ ഇറ്റ് വാസ് റിയലി ഫൺ വാച്ചിങ്. എനിഹൗ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോ പ്രോബ്ലം. അതിനുശേഷമാണ് നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള വടംവലി മത്സരം ഉണ്ടായിരുന്നത്. സോ ഇനി നമ്മുടെ ബ്ലൂ ടീമിന്റെ ടേൺ ആണ്. ആൻഡ് നമ്മുടെ ബ്ലൂ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് ഗേൾസിൽ കളിച്ചവരാണ് ഇവരെല്ലാവരും. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി സോ ഗേൾസിന്റെ ടഗ് ഓഫ് വാർ മത്സരത്തിൽ നമ്മുടെ ബ്ലൂ ടീമിന് ജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ദോ ദേ ഗേവ് ദർ 100% എഫോർട്ട്. സാരല്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ കോമ്പറ്റീഷൻ ആൻഡ് അവരവരുടെ 100% കൊടുത്തു. ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് ഡസ് മാറ്റർ. സോ ഇനി നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ബ്ലൂ ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ബോയ്സിന്റെ വടംവലി മത്സരമാണ്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് പേടിച്ചാർന്നെങ്കിൽ പോലും ടുവേർഡ്സ് ദ എൻഡ് ദേ മേഡ് ഇറ്റ് പോസിബിൾ ഗൈസ്.
സോ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് നമ്മുടെ ബ്ലൂ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ച ബോയ്സ് ജയിച്ചു. ആൻഡ് സോ ഹാപ്പി ഫോർ ദം ആൻഡ് സോ പ്രൗഡ് ഓഫ് ദം. സോ വടംവലി മത്സരത്തിന് ശേഷം ഇറ്റ് വാസ് ടൈം ഫോർ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൂ ടീമാണ് ഫസ്റ്റ് പ്രൈസ് നേടിയത് ആൻഡ് വിച്ച് വാസ് സച്ച് എ പ്രൗഡ് മൊമെന്റ് ഫോർ അസ്. സൂൺ ആഫ്റ്റർ പായസം വാസ് സെർവ്ഡ്. നല്ല മധുരമുണ്ട്, നല്ല രുചിയാണ്. ഈ വർഷത്തെ ഓൾമോസ്റ്റ് എൻ്റെ സെക്കൻഡ് പായസമാണ്. പാല് തന്നെയാണ് ചേർത്തേക്ക, വേറെ ഒന്നുമല്ല. മനസ്സിലായി. അത് കഴിഞ്ഞ് ഗീവർഗീസിനും ആൽബിനും സാക് പ്രൈസിന് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ അനദർ പ്രൗഡ് മൊമെന്റ് ഫോർ അസ്. സോ അതുവരെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഭംഗിയായി നടന്നു. അതിനുശേഷം ടീച്ചേഴ്സിൻ്റെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ സിംഗു മിസ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. സോ ഗൈസ്, അതിനുശേഷം നമ്മുടെ ക്ലാസ്സിലെ ഗേൾസിൻ്റെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് റിയലി അമേസിങ്. കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് അവർ വളരെ ഭംഗിയായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഓൾമോസ്റ്റ് അവരുടെ ഡാൻസ് തീരാറായപ്പോൾ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്തു. ആൻഡ് അതുവരെ ഒരു കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഹോപ്പ്ഫുള്ളി. ആൻഡ് പുള്ളി അവസാനമാണ് ചെറുതായിട്ടെങ്കിലും മഴ പെയ്തുള്ളൂ. സോ ഗൈസ്, എൻ്റെ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിൽ ഒരാളാണ് ദേവനന്ദ ഓർ കുഞ്ഞൂസ്. നിങ്ങളിവിടെ ആനുവൽ ഡേ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 1:30 ആയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഞാനും അബിലും ആൽബിനും അനിസ്റ്റോയും ക്രിസ്റ്റീനയും എമിയും ദേവനന്ദയും ഒക്കെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവരൊക്കെ പോയി. ഇനി ഞാനും അനിസ്റ്റോയും മാത്രമാണ് ബാക്കിയുള്ളൂ. നമ്മുടെ ബസ് 3:30-ക്കാണ്. സോ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഇനി ബസ്സിൽ കയറിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്. സോ അങ്ങനെ ടൈമായി, ഞങ്ങൾ ഇറങ്ങി. സോ 3:30-ക്ക് എനിക്ക് കറക്റ്റ് ബസ് ഉണ്ടായിരുന്നു കക്കാട് വഴിയുള്ള. സോ അതിന് കയറി വന്ന് ഞാൻ ഇറങ്ങി ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീടെത്താറായി. ഞാൻ ബസ് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. ഇനിയും വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഈ ബാക്കി ഓണം വ്ലോഗിൻ്റെ റെസ്റ്റ് ഓഫ് ഓണം വിശേഷങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. ഓണം ഇസ് നെവർ കംപ്ലീറ്റ് വിത്തൗട്ട് പൂക്കളം അല്ലേ. അപ്പോൾ ഈ പൂക്കളം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എല്ലാ വർഷങ്ങളിലും ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടും ക്രിയേറ്റിവിറ്റി നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ 10 ഡേയ്സ് നമുക്ക് മുടങ്ങാണ്ട് എല്ലാ വർഷത്തെ പോലെ പെർഫെക്റ്റ്ലി ആൻഡ് ബ്യൂട്ടിഫുള്ളി പൂക്കളങ്ങൾ ഇടാനായിട്ട് സാധിച്ചതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. സോ നൗ ഐ വിൽ മേക്ക് യു ഗോ ത്രൂ ഓൾ ദ 10 days ഓഫ് അവർ പൂക്കളം. ആൻഡ് ഈച്ച് ഡേ ഹാഡ് ഇറ്റ്സ് ഓൺ മെമ്മറി ആൻഡ് ഇറ്റ്സ് ഓൺ യുണീക്ക് ഡിസൈൻ.
സോ ഇതാണ് നമ്മൾ തിരുവോണ ദിനത്തിലെ ഗ്രാൻഡ് ആസ് വെൽ ആസ് ദി ലാസ്റ്റ് പൂക്കളം ഓഫ് ദി ഇയർ. നമ്മൾ ഏകദേശം 3 മണിക്കൂർ സമയമെടുത്താണ് ഇത് ഉണ്ടാക്കിയത്. ആൻഡ് സോ ഹാപ്പി. അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താണ് അതിനെന്താ പറയുന്നേ പരിപാടി അതല്ല നമ്മള് പരിപാടി നടക്കണേ അല്ല ആ പരിപാടിയുടെ ഇതെന്താ ക്ലബാണോ എന്തെങ്കിലും പറയണോ? അപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന ഓണത്തിന്റെ എന്താണ് ഗെയിംസിന്റെ ഒക്കെ ഐ തിങ്ക് അത് ക്ലബിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കക്കാട് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത്. സോ അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങളും പോവാണ്. അത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ല. എനി ഹൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. സോ ഗൈസ് അവിടെ വലിയ ആൾക്കാർക്കുള്ള എന്താണ് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെയൊക്കെ നാരങ്ങ സ്പൂൺ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളവിടെ ചെന്ന് വെറുതെ ഒഫൻഡഡ് ആവുന്നില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അടുത്താണ് നമ്മുടെ ഹാർട്ട് ഓഫ് ദി ഓണം സെലിബ്രേഷൻ എന്ന് പറയാൻ സാധിക്കുന്ന ഓണം സദ്യ. ഈ ഓണം സദ്യനെ കുറിച്ച് പറയുമ്പോൾ അത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വാഴയിലെ സദ്യ കഴിക്കുന്നു. ലൈക്ക് യൂഷ്വലി നമ്മൾ കഴിക്കുന്നതിന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. സോ അതാണ് ഓണസദ്യനെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കി മാറ്റുന്നത്. ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് അമ്മ ഉണ്ടാക്കിയ അടപ്രഥമൻ പായസമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പായസമാണ്. റിയലി ലൗഡ്. അങ്ങനെ ടുവേർഡ്സ് ഉച്ചയായപ്പോഴും മീനാക്ഷി വന്നിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ സന്തോഷങ്ങൾക്കിടയിൽ എന്നെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയത്. ആൻഡ് ഇറ്റ് വാസ് എന്താണ് ഭയങ്കര വിഷമകരമായൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പുതിയതായിട്ടൊരു ഫോൺ കിട്ടുമെന്നുള്ളത്. പക്ഷേ അച്ഛ വളരെ സർപ്രൈസിംഗ്ലി എന്നെ എന്താണ് നമ്മുടെ മൈജി ഫ്യൂച്ചറിൽ കൊണ്ടുപോയിട്ട് എനിക്ക് പുതിയ ഫോൺ മേടിച്ച് തന്നു. വിവോ Y400. ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. കാരണം ഒത്തിരി സന്തോഷം. ഞാൻ ഒരിക്കൽ പോലും ഓർത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പുതിയൊരു ഫോൺ കിട്ടുമെന്ന്. എന്തായാലും ഓണത്തിൻ്റെ എനിക്ക് കിട്ടിയ വൺ ഓഫ് മൈ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓണം സമ്മാനമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും മികച്ചൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കണക്കാക്കും എനിക്ക് കിട്ടിയതിൽ. ഐ എം സോ ഹാപ്പി ആൻഡ് ഫീലിംഗ് റിയലി ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ പൊന്നു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ലൈക്ക് എവറി ഇയർ ആസ് ഓണം കംസ് ടു എ ക്ലോസ് ഇറ്റ്സ് ടൈം ടു ജെൻ്റലി ക്ലിയർ അവേ അവർ ബ്യൂട്ടിഫുൾ പൂക്കളം. ഈ പൂക്കളത്തിൻ്റെ നമ്മുടെ 10 ഡേയ്സിലെ ഈ ഒരു കുറേ മെമ്മറീസും സന്തോഷവും ടുഗദർനെസ്സും എല്ലാം അവിടെ അവശേഷിക്കട്ടെ. So guys, that's a wrap on how my Onam 2025 was. സോ ഞാൻ ഓർക്കുന്നു നിങ്ങൾക്കും വളരെ നല്ലൊരു ഓണമായിരുന്നു 2025 ഉണ്ടായിരുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വ്ളോഗ് ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Until we all meet in the next vlog, this is me Ashwin Saiju signing off. Don't forget to like, share and subscribe to my YouTube channel. Bell icon enable ചെയ്യാനും മറക്കരുത്. സോ എല്ലാവർക്കും once again ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Bye guys.